ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ്? ബേസിക്കലി ഇത് പഠിക്കാൻ പോകുന്നത് സെൽസ് ആൻഡ് റേഞ്ചസിനെ കുറിച്ചിട്ടാണ്. എന്താണ് സെല്ല്, അതിന്റെ റേഞ്ചസ്, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുക. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. സെല്ലും എന്താണ്, സെൽ എന്താണ്, റേഞ്ചസ്, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. നമുക്കറിയാം, ഇതിവിടെ ഇങ്ങനെ സെൽ എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ റോ അല്ലെ, 9th റോ, ജെ കോളത്തിന്റെ ഇന്റർസെക്ഷൻ ആണ് സെൽ. നമുക്കറിയാവുന്നതാണ്, ഞാൻ ഓൾറെഡി അത് പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ആ സെല്ലിന്റെ റെഫറൻസിൽ ഇവിടെ എഴുതിയിട്ടുണ്ടാവും J9. ആദ്യം കോളത്തിന്റെ പേരാണ് കൊടുക്കുക ജെ, പിന്നെ റോ 9 അല്ലെ, J9 ആണ്, അതാണ് സെൽ അല്ലെ. അടുത്ത സെല്ലിൽ ക്ലിക്ക് ചെയ്താൽ കാണാം L9. കണ്ടോ, അതാണ് സെല്ലിന്റെ പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയുന്നതാണ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ പറയണതാണ് കളക്ഷൻ ഓഫ് സെൽ എന്ന് പറയും അല്ലെ. കളക്ഷൻ ഓഫ് സെൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ സെല്ലിനാണ് കളക്ഷൻ ഓഫ് സെൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടം വരെ ഇതാണ് അതിന്റെ റേഞ്ച്. ഇങ്ങനെ നമ്മൾ ചെയ്യുമെങ്കിലും കണ്ട, ഇതാണ് ഈ ഇവിടെ കിടക്കുന്നുണ്ട് J6. ആ ഫസ്റ്റ് സെല്ലാണ് സെലക്റ്റഡ് ആയിട്ട് കാണുക, അതാണ് ആക്റ്റീവ് സെൽ എന്ന് പറയാം. കണ്ടോ, ജെ, നമ്മൾ ഇത് റേഞ്ച് ആണെങ്കിലും ഇതാണ് ആക്റ്റീവ് സെൽ, അതുകൊണ്ടാണ് അതിന്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇതും റേഞ്ച് ഓഫ് സെല്ലാണ് അല്ലെ. അതുപോലെ ഇതും റേഞ്ച് ഓഫ് സെല്ലാണ്. കളക്ഷൻ ഓഫ് സെല്ലിനെ പറയുന്നതാണ് റേഞ്ച്. കളക്ഷൻ ഓഫ് സെല്ലിനെ പറയുന്നതാണ് റേഞ്ച്. ഓക്കെ, പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ പറഞ്ഞതാണ്, ഇവിടെ നമുക്ക് സെല്ലിന്റെ നെയിം J8, J9 J9 ഇട്ട് എൻ്റർ അടിച്ച് ആ സെല്ലിലേക്ക് വരും. കണ്ടോ, J9 ഇട്ട് ഇതൊക്കെ ചെയ്താൽ. ഇനി നിങ്ങൾക്ക് J11 വേണമെങ്കിൽ J11 ഇട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിലേക്ക് പോകും. എവിടെയാണോ ആ സെല്ലിന്റെ നമ്പറും ഇതും വെച്ച് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ സെല്ലിലേക്ക് പോകും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ കോളം മൊത്തം സെലക്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് കൊടുക്കണം ഇവിടെ? ഈ കോളം J ആണല്ലേ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളം J കൊടുത്ത് എൻ്റർ അടിച്ചാൽ കണ്ടോ, ഈ കോളം മൊത്തം സെലക്ട് ആയി. വേണമെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചേരട്ടെ എല്ലാവരും. അതായത് കോളം J അടിച്ചാൽ ആ കോളം മൊത്തം സെലക്ട് ആവും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കോളം K അടിച്ചു നോക്കി, കണ്ടോ, ഈ രണ്ടെണ്ണം മൊത്തം സെലക്ട് ആയി. മനസ്സിലായോ? ഇല്ല, മനസ്സിലായോ? ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇതാണ് റേഞ്ച് ഓഫ് സെൽ അല്ലെ. ഈ റേഞ്ച് ഓഫ് സെൽ എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് സെൽ. ഈ ഫസ്റ്റ് സെൽ എത്രയാ, അതിന്റെ നമ്പറാണ് ഇവിടെ എപ്പോഴും കാണിക്കുക. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കട്ടെ എല്ലാവരും. ഇവിടെ നമ്മൾ റേഞ്ച് ഓഫ് സെൽ ഇങ്ങനെ സെലക്ട് ചെയ്താലും ഫസ്റ്റ് സെല്ലിന് ആ സെൽ റെഫറൻസ്, സെൽ നമ്പർ, സെൽ നെയിം ആണ് ഇവിടെ കാണിക്കണേ, H5. അത് കഴിഞ്ഞിട്ട് ഇത് എത്രയാണ്, L10 ആണ് അല്ലെ. ഇതിന്റെ ലാസ്റ്റ് സെൽ എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് സെലക്ട് ചെയ്തെങ്കിൽ ഇതാണ് ഫസ്റ്റ് തുടക്കത്തെ സെല്ല്, ഇതാണ് അവസാനത്തെ സെല്ല് അല്ലെ. ആദ്യത്തെ സെല്ല് H6 ആണ്. ഇതാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും H6 L10. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, H6:L10 അടിക്കാം. അപ്പൊ കണ്ട ആ റേഞ്ച് സെലക്റ്റഡ് ആവും. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇല്ല, മനസ്സിലായി സർ. ക്ലിയർ? ഇപ്പൊ നമുക്ക് എങ്ങനെ ഇവിടെയും തന്നെ ഇവിടെ സെൽ റെഫറൻസിന്റെ അവിടെ, പേരിന്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ സെല്ലുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് റോയും ചെയ്യാം. കേട്ടോ, റോ സെലക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് A12 ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, A12 കൊടുക്കാം. അതേപോലെ A12 കൊടുത്താൽ, സോറി,
A12. മൊത്തം റോ സെലക്റ്റഡ്. അതായത് ഇവിടെ 11th റോ കംപ്ലീറ്റ് സെലക്ട് ആവണമെങ്കിൽ 11 സെലക്ട് ചെയ്യുക, എൻ്റർ അടിച്ചാൽ, സോറി, ഇപ്പോൾ 14th ആണെങ്കിൽ 14 അടിക്കുക. അർത്ഥമാണല്ലോ. 11 അടിക്കാം. കണ്ട 11:11 അടിച്ചാൽ നമുക്ക് ഫുൾ റോ സെലക്ട് ആയിട്ട് കിട്ടും. ഇനി 11 to 14 കൊടുത്താൽ 11 തൊട്ട് 14 വരെയുള്ള റോസ് നമുക്ക് സെലക്ട് ചെയ്യാം. ക്ലിയർ? ഇവിടെ നമ്മൾ കോളം സെലക്ട് ചെയ്യുകയാണെങ്കിൽ J തന്നെ കൊടുക്കണം. കണ്ടപ്പോൾ ആ കോളം മൊത്തം സെലക്ട് ആയി. ഈ കോളത്തിന്റെ പേര് J എന്നാണ് അല്ലെ. J: J കൊടുത്ത് മൊത്തം. അതുപോലെ തന്നെയാണ് റോ. അപ്പൊ ഈ റോന്റെ പേര് 14 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 14:14 തന്നെ കൊടുത്താൽ ആ റോ മൊത്തം സെലക്ട് ആയി. ഇനിയും അതുപോലെ തന്നെ 14:15 കൊടുത്താൽ ആ 2 റോ സെലക്ട് ആയി. ഇത് എല്ലാവർക്കും ക്ലിയർ ആയോ? ഇല്ല, സിമ്പിൾ ആണ്. നിങ്ങൾ ആ ഒരു ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. J: ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയാണ് നോട്ട് ചെയ്യാൻ പറയുന്നത്. ആ കോളത്തിന്റെ ഇതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ തന്നെ സെപ്പറേറ്റ് റോസ് സെലക്ട് ചെയ്ത് നമുക്കറിയാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ BB ഉണ്ടല്ലേ, ഒരു BB ഉണ്ട്, ഇവിടെ 2 BB ഉണ്ട്. ഇത് 2 BB നമുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ഈ റോ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, കൺട്രോൾ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത റോ സെലക്ട് ചെയ്യുക. കണ്ടപ്പോൾ ഈ 2 BB നമുക്ക് സെലക്ട് ആയി. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ കൊടുക്കാം. കണ്ട, അതാണ് മൾട്ടിപ്പിൾ റോ സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു റോ സെലക്ട് ചെയ്യുക. ആദ്യം ഇതുപോലെ തന്നെ ഒരു റോ സെലക്ട് ചെയ്യുക. കൺട്രോൾ പ്രസ്, കൺട്രോൾ കീ വിടരുത്. അതിനുശേഷം അടുത്ത റോ സെലക്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ കൺട്രോൾ വിടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർമാറ്റ് കൊടുക്കാൻ കാര്യങ്ങൾ ചെയ്യുക. അതാണ് മൾട്ടിപ്പിൾ റോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? എങ്ങനെ കൺട്രോള് നമ്മൾ ഒരു റോ സെലക്ട് ആദ്യം ഒരു റോ സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്യുക. കൺട്രോൾ വിടരുത്, പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. എന്നിട്ട് അടുത്ത റോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കളറൊക്കെ കൊടുക്കുക. അപ്പൊ 2 റോയിലും ഓരോ സമയം തന്നെ എന്ത് വരും, കളർ വരും. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു റോ സെലക്ട് ആയി, ഇവിടെ കോളം സെലക്ട് ആയി. ഷിഫ്റ്റ് ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലെഫ്റ്റിലേക്ക് വരും. ഷിഫ്റ്റ് റൈറ്റ് അടിച്ചാൽ റൈറ്റിലേക്ക് സെലക്ട് ചെയ്യാം. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ഇവിടെ നോട്ട് ചെയ്ത് വെച്ചുതരും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങൾ റോ സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് അടിച്ച് ഡൗൺ ആരോ അടിച്ചു കഴിഞ്ഞാൽ ഡൗണിലേക്ക് വരും, മുകളിലേക്ക് ആരോ അടിച്ച് മുകളിലേക്ക് വരും. എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാലൊക്കെ. ക്ലിയർ? ക്ലിയർ ആയോ? ഇനി നമ്മൾ ഇതിലേക്ക് ഡേറ്റകൾ, സെലക്ട് ഓൺലി ഡേറ്റ, അതായത് സെലക്ട് ഓൺലി ഡേറ്റ പ്ലേസ് എനി ഓൺ എനി ഡേറ്റ സെൽ.
നോട്ട് ചെയ്താ? അതായത് നമ്മളിവിടെ കൺട്രോൾ എ അടിച്ച മൊത്തം സെലക്ട് ആവും. ക്ലിയർ? നമുക്ക് ഈ ഡേറ്റ മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ എ അടിച്ച് അതിൻ്റെ ഉള്ളിൽ മാത്രമേ സെലക്ട് ആവൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? കൺട്രോൾ പ്ലസ് എ അടിച്ചാൽ ഫുൾ സെലക്ട് ആവും. കൺട്രോൾ എ പുറത്ത്, ഇതാണ് നമ്മുടെ ഡേറ്റയുടെ ടേബിൾ. അതിന്റെ പുറത്ത് കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ കൺട്രോൾ എ അടിച്ച മൊത്തം സെലക്ട് ആവും. സർ ഒരു ഡൗട്ട്. ആ, അവിടെ ഇപ്പൊ സ്റ്റുഡന്റ് ഐ ഡിയിൽ അടിച്ചാല് ഫുള്ളും ഇതാവും, കൺട്രോൾ അടിച്ചാല്? ഇവിടെ ഇതിന്റെ സ്റ്റുഡന്റ് ഐ ഡിയിലൂടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആ കൺട്രോൾ എ അടിച്ചാൽ ആ കണ്ട ഇത് മാത്രമേ സെലക്ട് ആവൂ. ഓക്കെ. എവിടെ അടിച്ചാലോ? അവിടെ പുറത്താണെങ്കിൽ? ഇവിടെ അടിച്ചാൽ ഇപ്പൊ കോഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ എ അടിച്ചു, കണ്ട? ഓക്കെ ഓക്കെ ഓക്കെ, പുറത്ത് ക്ലിക്ക് ചെയ്ത് മൊത്തത്തിൽ പോകും. ഓക്കെ. ആ ഇതുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത ഡേറ്റ ഒന്നും കൂടി കൺട്രോൾ അടിച്ചാൽ വീണ്ടും മൊത്തത്തിൽ സെലക്ട് ആവും. അതായത് ഓക്കെ. ഇതിന്റെ അകത്ത് ഒരു കൺട്രോളേ അടിച്ചു, വീണ്ടും കൺട്രോളേ അടിച്ച മൊത്തം സെലക്ട് ആവും. ക്ലിയർ ആയോ? യെസ് സർ, ക്ലിയർ. ക്ലിയർ? ഇനി എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ഈ ടേബിൾ ഇവിടുന്ന് കോപ്പി ചെയ്യാം. അതെല്ലാം നിങ്ങൾ ഏറ്റവും ഷോർട്ട് കട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ കൺട്രോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ എ സെലക്ട് ചെയ്യുക, അപ്പോൾ ടേബിൾ സെലക്ട് ആയി. കോപ്പി ചെയ്യുക, അടുത്ത ഷീറ്റിൽ ചെല്ലുക, ഇവിടെ കൺട്രോൾ ബി ചെയ്യുക, പേസ്റ്റ് ആയി. അടുത്ത ഷീറ്റിൽ ചെല്ലുക, കൺട്രോൾ ബി അടിക്കുക, പേസ്റ്റ് ആയി. ക്ലിയർ? അതിനുശേഷം നിങ്ങൾ ഈ ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾമ പ്രസ് ചെയ്യുക, അടുത്ത ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടെ, എന്നാലേ മനസ്സിലാവും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഏറ്റവും മുകളിൽ കണ്ട എക്സൽ ഡേ 3 എന്നാണ്. ഓക്കെ, ഇവിടെ ഒരു മാറ്റം വരാൻ പോകണം. നമ്മൾ ഇതിന് ഗ്രൂപ്പ് ആക്കി തിരിക്കാൻ പോകണം. ഓക്കെ, ആദ്യം ഷീറ്റ് 1 പ്രസ് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഷീറ്റ് 4 ക്ലിക്ക് ചെയ്യുക. അപ്പം കണ്ട മുകളിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. വീണ്ടും ഷീറ്റ് 5 ക്ലിക്ക് ചെയ്യുക, ആ ഗ്രൂപ്പിൽ തന്നെയായി. അതിനുശേഷം ഇവിടെ നമ്മൾ ഒരു ഹെഡറിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ കളർ മാറ്റാം. ഓക്കെ, ഇതിപ്പോൾ എല്ലാത്തിലേക്കും മാറിയിട്ടുണ്ടാവാം. കണ്ട? ആർക്കും മനസ്സിലായില്ലല്ലോ? സർ കൺട്രോൾ പിടിച്ചിട്ടല്ലേ നമ്മൾ ഈ ആദ്യം ശരിക്കും ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ ഷീറ്റ് 1 ഈ ടേബിൾ കോപ്പി ചെയ്യുക, ഷീറ്റ് 2 പേസ്റ്റ് ചെയ്യുക, ഷീറ്റ് 5 പേസ്റ്റ് ചെയ്യുക. ക്ലിയർ? അതിനുശേഷം വീണ്ടും ഷീറ്റിൽ വന്നിട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഷീറ്റ് 4 ക്ലിക്ക് ചെയ്യുമ്പോൾ ഒറ്റ ഗ്രൂപ്പായി. ഗ്രൂപ്പായിട്ട് ഇവിടെ നിങ്ങൾ എന്ത് മോഡിഫിക്കേഷൻ വരുത്തണോ അത് ബാക്കിയുള്ള ഷീറ്റിലുള്ള ടേബിളിലും എഫക്റ്റ് വരും. ക്ലിയർ ആയോ? യെസ് സർ. ക്ലിയർ ആണോ? ആ സർ. ഇനി നമുക്ക് 5, 6, 8, 10. ഞാൻ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ തരാം, നിങ്ങൾ ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഇവിടെ 5, 8, 5 ഇത്ര ചെയ്തു. ഇത്ര നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇൻസേർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ട? ഇൻസേർട്ട് സെൽ, ഇൻസേർട്ട് റോസ് എന്നൊക്കെ ഉണ്ട്. ഇൻസേർട്ട് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാവരും ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. ഷിഫ്റ്റ് സെൽ റൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെല്ലിന് ഷിഫ്റ്റ് ചെയ്യാണ് റൈറ്റിലേക്ക്. ഓക്കെ അടിച്ചു നോക്കി. കണ്ട? ഈ എല്ലാവരും ശ്രദ്ധിക്കുക,
ഇപ്പൊ ഇത്തരം ഡേറ്റ ഇരിക്കുന്നത് കെ എന്ന് പറയുന്ന കോളത്തിലാണ്. നമ്മൾ ഇത്ര ഒരു 4 എണ്ണം ഇതുപോലെ എഴുതുക. 4 ഇങ്ങനെ 5, 8, 9 എന്നുള്ള 4 കോളത്തിലിടുക. സെലക്ട് ചെയ്യണത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇൻസെർട്ട് സെല്ലിൽ അടിക്കുക. ഷിഫ്റ്റ് സെൽ റൈറ്റ് കൊടുത്താൽ ഈ കെയിലുള്ള ഇത്ര സാധനം ഇത് എല്ലിലേക്ക് പോവും. പോയോ? ഇല്ല. പോയോ? പോയി. യെസ് സർ. പോയി ഞാൻ പോയി. വേറെ രീതിയിൽ കാണിച്ചു തരാം. ഓക്കെ, ഇനി മനസ്സിലാവും. ഇവിടെ ക്ലിക്ക് ചെയ്യണു, ഇൻസെർട്ട് സെൽ എടുക്കണു. ഇതുപോലെ തന്നെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ട? ഓക്കെ, ഇനി ഇത് ഇവിടെ ഉള്ള ഇങ്ങടേക്ക് പോയി. അപ്പൊ ഇതിപ്പുറം ഉള്ള ഇങ്ങടേക്ക് വന്നു. ഇനി ഇവിടെ ഒന്നും കൂടി ഷിഫ്റ്റ് കൊടുത്തേക്ക് ഇത് രണ്ടും കൂടി അങ്ങടേക്ക് പോകും. മനസ്സിലായോ? ഇനി അതാണ് ഷിഫ്റ്റ് സെൽ. നിങ്ങൾ ഒന്നും കൂടി ഇൻസെർട്ട് എടുത്ത് ഷിഫ്റ്റ് സെൽ റൈറ്റ്, ഷിഫ്റ്റ് ഇൻസെർട്ട് സെൽ അടിക്കുക, റൈറ്റ് കൊടുത്ത് നോക്കി. ക്ലിയർ? ഇനി വീണ്ടും ഇത് സെലക്ട് ചെയ്യുക, ഇൻസെർട്ട് എടുക്കുക, ഇൻസെർട്ട് സെൽ എടുക്കുക, ഷിഫ്റ്റ് സെൽ ഡൗൺ. അപ്പൊ അത് താഴേക്ക് പോകും. കണ്ട? സാധനം താഴേക്ക് പോയി. ക്ലിയർ? ഇല്ല. ഇനി നോട്ട് ചെയ്ത് വെച്ചോട്ടോ, എന്റെ റോ നോക്കിക്കോ. കണ്ട? മൊത്തം റോ താഴേക്ക് വന്നു. ഇത്ര അല്ലേ ഇരുന്നേ? അപ്പൊ നമ്മള് ഇൻസെർട്ട് സെൽ എന്റെ റോ ഇൻസെർട്ട് ചെയ്യണം. അപ്പൊ അവിടേക്ക് നമ്മൾ പുതിയ റോ ഇൻസെർട്ട് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കും. കണ്ട? ഇത്ര റോ ഇൻസെർട്ട് ചെയ്തു, അപ്പൊ താഴേക്ക് തൂർന്നു. മനസ്സിലായില്ലല്ലോ? മനസ്സിലായോ? മനസ്സിലായി സർ. കണ്ട? എന്റെ കോളം. ക്ലിയർ? അതാണ് ഇൻസെർട്ട്. അതുപോലെ തന്നെയാണ് ഡിലീറ്റ്. ഡിലീറ്റ് കാണിച്ചു തരാം. ഡിലീറ്റ് അടിക്കാം. ഡിലീറ്റ് സെൽ. കണ്ട? ഷിഫ്റ്റ് സെൽ റൈറ്റ്. കണ്ട? ആ സാധനം ഈ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് പുറത്തേക്ക് വന്നു. അതാണ് ഷിഫ്റ്റ് സെൽ റൈറ്റ്. നിങ്ങൾക്ക് ഡിലീറ്റ് ഷീറ്റ് റോസ്. നിങ്ങൾക്കൊരു റോ മൊത്തം ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ കിടക്കണ റോ എത്രയാ? 5, 8, 9 അല്ലേ? ശരിക്കും 4, 5, 6, 7 അല്ലേ? ഈ അരുൺ ജേക്കബ് ഈ റോ ഒക്കെയാണ് കിടക്കുന്നത്. നമ്മൾ ഡിലീറ്റ് കൊടുത്തൊക്കെ എൻ്റെ റോ ഡിലീറ്റ് ചെയ്താൽ മൊത്തം റോ പോയിട്ടുണ്ടാവാം. കണ്ട? അതിൻ്റെ ഇടയിലുള്ള അരുൺ ഗിരിനൊക്കെ പോയി. ക്ലിയർ? ഇനി നിങ്ങൾക്ക് ഇതിൽ ഡിലീറ്റ് ഷീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ ഷീറ്റാണ്, ഇതൊരു ഷീറ്റാണ് അല്ലേ? ഇതൊരു ഷീറ്റാണ്. അപ്പൊ ആ ഷീറ്റ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ? ഡിലീറ്റ് ഷീറ്റ് അടിച്ചാൽ മതി. ഡിലീറ്റ് അടിച്ചാൽ ഡിലീറ്റ് ഷീറ്റ് പോയി. അടുത്ത ഷീറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഷീറ്റ് ഉണ്ട്. ക്ലിയർ ആയാ? നിങ്ങൾക്ക് വീണ്ടും ഇത് പ്രസ് ചെയ്ത് ഇവിടെ പ്രസ് ചെയ്ത് വീണ്ടും ഷീറ്റ് വരും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ടായാലും ഡിലീറ്റ് ചെയ്യാം ഷീറ്റ്. കണ്ട? ഷീറ്റ് ഡിലീറ്റ് ചെയ്യാം. എന്താണ് ഇൻസെർട്ട് റോ? ഇൻസെർട്ട് റോ എടുത്ത് നോക്കി. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻസെർട്ട് ഷീറ്റ് റോസ് കൊടുക്കാം. വേണ്ട, ഒരു റോഡ് ഇൻസെർട്ട് ആയി. ക്ലിയർ? ഇപ്പൊ നിങ്ങൾക്ക് 10ന്റെ ഇതിന്റെ ഇടയിൽ ഒരു പുതിയ റോ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ഇൻസെർട്ട് ഷീറ്റ് റോസ് അടിക്കുക. അപ്പൊ 10ന്റെ ഇടയിൽ വേറൊരു റോ ഇൻസെർട്ട് ആയി. ക്ലിയർ ആണോ? ക്ലിയർ സർ. ഇൻട്രസ്റ്റിംഗ്. ഇതെല്ലാം നിങ്ങൾ ഞാൻ ഈ ഷീറ്റ് നിങ്ങൾക്ക് വേണ്ടി തരാം. ഇത് ഈ ഷീറ്റ് ഈ സാധനം ചെയ്തിരിക്കുന്ന വേണ്ടി തരാം. വേണമെന്നില്ല, നിങ്ങൾ ഇതുപോലെ ഒരു ടൈപ്പ് ചെയ്താൽ മതി. ഇത്ര ടൈപ്പ് ചെയ്തിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ? പ്രാക്ടീസ് ചെയ്യാൻ. ഓക്കെ. ഒരു ഡൗട്ട്. ആ സർ, അപ്പോ ഈ L7 എന്ന് പറഞ്ഞ കോളത്തില് സെൽ അവിടെ ഉള്ള ഒരു സെല്ലിലല്ലേ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് L7. അതെ. അപ്പൊ സർ ഇപ്പൊ കുറച്ച് നേരത്തെ ഡിലീറ്റ് അടിച്ചല്ലോ, അതുപോലെ ഇൻസേർട്ടും അടിച്ചല്ലോ. അടിച്ചപ്പോ 2 കോളം എക്സ്ട്രാ വന്നല്ലോ. നമ്മള്
ഈ ഡാറ്റയില് നമ്മൾ സെലക്ട് ചെയ്യാതെ ഇവിടെ ഈ വേറെ അതല്ലാതെ ഇപ്പതാ ഈ L7 എന്ന് പറഞ്ഞ ഈ റോളിൽ ഇവിടെ എവിടെയെങ്കിലും സെലക്ട് ചെയ്താലും ആ കോളം മൊത്തം നമുക്ക് എക്സ്ട്രാ വരുമോ? എങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല അത്. എങ്ങനെയാണ് ചോദ്യം? ആ ഇപ്പൊ L7 എന്ന് പറയുന്ന സെല്ലാണ് സാറേ ഇപ്പം ജാക്കോബും പിന്നെ 14th എന്താണ് അതിന്റെ ഇടയില് നമുക്കിപ്പോ ഒരു റോ സാറ് 2 റോ ക്രിയേറ്റ് ഇൻസെർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്തിട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഇൻസെർട്ട് എടുത്തു, ഇൻസേർട്ട് ഷീറ്റ് റോ കണ്ടപ്പോ ജേക്കബും സെന്തിലിന്റെ ഇടയിൽ ഒരു റോ കൂടിയായി. ഒരെണ്ണം ക്ലിക്ക് ചെയ്താൽ ഒരെണ്ണം കൂടി വരും, 2 റോ ആയി. അത് ഞാൻ ചോദിച്ചത് ഇപ്പൊ സാറ് ഈ L7-ലാണല്ലോ സെല്ല് സെലക്ട് ചെയ്ത് വെച്ചത്, അപ്പോഴും നമുക്ക് ഇവിടെ വരുമോ എന്നുള്ളത് ഒരു ഡൗട്ട് ചോദിച്ചു. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ. അല്ല കുഴപ്പമില്ല. ഇതാണ് ഇപ്പൊ നിങ്ങളുടെ ഈ ചോദ്യം ഉണ്ടല്ലോ, നല്ല ചോദ്യമാണ്, ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യണു. എനിക്ക് അതിനേക്കാളും നിങ്ങൾ ആ സെല്ലിന്റെ പേര് വെച്ച് അതിനെ ഐഡന്റിഫൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പഠിപ്പിച്ചതിന് കുഞ്ഞൊരു ഇമ്പാക്ട് പോലെ തോന്നി. നിങ്ങൾ ഈ പറഞ്ഞേക്കണ കാര്യം ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാൻ വരുമ്പോൾ നിങ്ങളോട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ അങ്ങനെയാണ് എക്സ്പെർട്ട് ആവുക. ക്ലിയർ? ഓക്കെ. ഇനി നിങ്ങൾക്ക് ഡിലീറ്റ് അടിക്കാൻ കണ്ട, ഡിലീറ്റ് സെല്ല് എടുത്താൽ മൊത്തം സെല്ല് ഡിലീറ്റ് ആവും. ഈ ഡിലീറ്റ് സെല്ല് കൊടുത്താൽ മൊത്തം സെല്ല് നിങ്ങൾക്ക് ഡിലീറ്റ് ആവും. ക്ലിയർ? റൈറ്റ് ക്ലിക്ക് അടിക്കാം, ഡിലീറ്റ് അടിക്കാം. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ് ഇവിടെ കൺട്രോൾ സി, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ വി. അതെല്ലാവർക്കും അറിയാവുന്നതെന്ന് തോന്നുന്നു അല്ലേ? അറിയാത്തവരൊന്ന് എഴുതിയെടുക്കുക. കൺട്രോൾ സി, കൺട്രോൾ വി. കൺട്രോൾ സി ചെയ്യുന്നത് കോപ്പി ചെയ്യാനാണ്, അതുപോലെ കൺട്രോൾ വി പേസ്റ്റ് ചെയ്യാനാണ്. ഇതാണ് കൺട്രോൾ സി എന്ന് പറയുന്നത്. ഇതാണ് സോഴ്സ്. ഇവിടെയാണ് നമ്മൾ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത്, ഇതിനെ പറയുന്നതാണ് ഡെസ്റ്റിനേഷൻ. ക്ലിയർ? ഓക്കെ. ഇനി ഞാൻ വീണ്ടും നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക, വെറുതെ കൺട്രോളെ അടിച്ചാൽ ഡേറ്റ മാത്രം ഇതാവും. ഇനി കൺട്രോൾ എക്സ്, അത് കഴിഞ്ഞിട്ട് കൺട്രോൾ വി. കണ്ട, കൺട്രോൾ എക്സ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് പേസ്റ്റ് ആകും. മറ്റേ കൺട്രോൾ സി എന്നോടെ ഇരിക്കും, മറ്റേത് കൺട്രോൾ, അതാണ് കൺട്രോൾ. ഇനി നിങ്ങൾക്ക് ഇത് ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ സെലക്ട് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ എയിൽ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ചാലും കിട്ടും. കണ്ട, കട്ട് ഉണ്ട്, കോപ്പി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻ ഉള്ളതാണ് ഓൾറെഡി. അല്ലെങ്കിൽ കൺട്രോൾ സി, കൺട്രോൾ വി, അതുപോലെ തന്നെയാണ് കൺട്രോൾ എക്സ് ഉണ്ട്, കൺട്രോൾ വി ഉണ്ട്. അത് എങ്ങനെ? ആദ്യം നമ്മൾ അവിടെ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ സി അടിച്ചിട്ട് ഈ റോ മൊത്തം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മൊത്തം സെലക്ട് ചെയ്യാം. കണ്ടോ? ഇങ്ങനെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഡേറ്റ മാത്രം സെലക്ട് ആവും. നിങ്ങൾക്ക് ഡേറ്റ ഏത് ഡേറ്റയാണ് സെലക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ കോപ്പി ചെയ്യുക. കണ്ടിട്ട് കൺട്രോൾ സി അടിക്കുക. കണ്ടോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റും ബോർഡർ വരും. എവിടെയാണ് ക്ലിക്ക് വേണ്ട അവിടെ പേസ്റ്റ് ചെയ്യുക. ക്ലിയർ? സാർ ഇന്നലെ തന്ന ഒരു വർക്ക് ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് വിട്ടിട്ടാണല്ലോ. ഞാൻ നേരത്തെ അത് കുറെ ശ്രമിച്ചു ചെയ്യാൻ നോക്കി, എന്നിട്ട് ചെയ്തു. ഞാനിത് സംഭവം ചെയ്തു. ഇത് ആരത് പറയണേ? സുഹൈറ. ഇന്നലത്തെ സംഭവം എന്നിട്ടാണ് ഇന്നലെ സാറ് തന്നല്ലോ ചെയ്യാനൊരു വർക്ക് തന്നല്ലോ. അത് നമ്മുടെ എ എന്ന് പറഞ്ഞ ആ കോളത്തിൽ നിന്ന് വിട്ടിട്ടാണ് ഉള്ളത്. കുറച്ചൊന്നും എന്നിട്ട് ചെയ്തോ? അത് ചെയ്തു. ഗുഡ്. നിങ്ങള് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു ചെറിയ ഉപദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ഇതൊക്കെ വളരെ സിമ്പിൾ സാധനങ്ങളാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി. 10 മിനിറ്റ് ഒന്ന് ഇരുന്നാൽ മതി. ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് ട്രൈ ചെയ്ത് ഈ ടൂളും എല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയ ഈ സാധനമൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് വരും. നിങ്ങളൊന്നൊരു എഫേർട്ട് ഇട്ട് ഇരുന്നാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. കാരണം ഞാൻ ഈ പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ ചെയ്ത കാലഘട്ടത്തിൽ ആരും പഠിപ്പിക്കാനായി ഞാൻ തന്നെ സ്വയം പഠിച്ച് ചെയ്ത് തീർത്താണ് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതാ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് പോവാം. ഓക്കെ. അപ്പൊ ഈ ഇത് ക്ലിയർ ആയില്ലോ? ഇപ്പൊ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് റോയിലുള്ളത് ഇവിടെ താഴെ കിട്ടുന്നതായിരിക്കും. അവരുടെ കൺട്രോൾ അടിച്ചാൽ
കണ്ട, അതായത് ഈ 16ാമത്തെ റോയിലുള്ള സാധനം ഇവിടെ റിപ്പീറ്റ് ആവണമെന്ന് വിചാരിക്കുക. വെറുതെ ഇങ്ങനെ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഡി കൊടുത്താൽ മതി, അതേപോലെ തന്നെ അത് റിപ്പീറ്റഡ് ആവും. ക്ലിയർ? അതേപോലെ തന്നെ ഇവിടെ ഇത് റിപ്പീറ്റഡ് ആവണമെങ്കിൽ ഇവിടെ റിപ്പീറ്റ് ആവണമെങ്കിൽ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യുക, കൺട്രോൾ ആർ കൊടുത്താൽ മതി. ഒന്ന് എഴുതി വെച്ചാൽ കൺട്രോൾ ഡി, കൺട്രോൾ ആർ. കുറച്ചൊരു ഐഡിയ ആയോ? Yes, sir. Any doubt? Any doubt? ഇല്ല, ചോദിച്ചോളൂ. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഈ ഡാറ്റ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തു, ഇത്രം സെലക്ട് ചെയ്തു. ഓക്കെ, ഈ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എന്താ ഇങ്ങനെ മൂവ് ചെയ്യാം. മനസ്സിലായോ? ഇല്ല, ശ്രദ്ധിക്കാം. ഈ ഡേറ്റ ഇത്ര ഭാഗം നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഉണ്ടോ, ഇവിടെ ഇതിങ്ങനെ ഇവിടെ പ്ലസ് കണ്ടോ, ഇവിടെ ഒരു സിമ്പിൾ കണ്ട, ഇത് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. മൂവ് ചെയ്യുമ്പോൾ ഭാഗം മാത്രം പോകും. നിങ്ങൾക്ക് ആ ഭാഗം പോവാണ്ട് മൂവ് ചെയ്യണമെങ്കിൽ വെറുതെ ഭാഗം മാത്രം മൂവ് ചെയ്താൽ മതി. ബാക്കി അവിടെ നിൽക്കണമെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്താൽ അത് അവിടെ നിൽക്കുകയും ചെയ്യും, മൂവ് ആവുകയും ചെയ്യും. ഇതാർക്കെങ്കിലും മനസ്സിലായോ? ആ മനസ്സിലായി. ഇല്ല സർ. നോട്ട് ചെയ്ത് വെക്കിട്ടോ. സുൽഫി കിട്ടണ്ടോ? ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഈ പറയുന്ന എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. വീഡിയോയിൽ ഉണ്ടാവുമെങ്കിലും നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചാലാണ് നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, കൺട്രോൾ ഫോർ മൂവ്. പിന്നെ ഞാൻ മൾട്ടിപ്പിൾ അതിൻ്റെ പറഞ്ഞതാണല്ലോ. ഓക്കെ, ഇനി അടുത്ത കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് മൊത്തത്തിൽ. നിങ്ങളൊന്ന് പേടിക്കേണ്ട. നമ്മളിനി ചെല്ലുന്തോറും ഇതിൻ്റെ അഡ്വാൻസ് ആണ് ചെയ്യാൻ പോണത്. അടുത്ത് നാളത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറേ കൂടി ഫോർമുലയൊക്കെ വെച്ചിട്ട് വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉള്ളത് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് എല്ലാ സെൽ റെഫറൻസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂവ്മെൻറ്റും അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ഷോർട്ട് കട്ട് കീകളും ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒരു എക്സ്പെർട്ട് ആവണേ കേട്ടോ. എല്ലാ ഷോർട്ട് കട്ട് കീകളും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ആവാം. ഓക്കെ, ഇനി അടുത്തതാണ് നിങ്ങളിവിടെ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയും. പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കോപ്പി ചെയ്യാം. അത് നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും പേസ്റ്റ് കണ്ടു. ഇവിടെ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവിടെ പേസ്റ്റ് ആവും. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് കൺട്രോൾ സി അടിക്കുക. ഏത് സെല്ലിലാണോ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സ്പെഷ്യൽ എന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. മനസ്സിലായോ? ഇവിടെ നമുക്ക് ഫോർമുല ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ അഡ്വാൻസ്ഡ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം എന്താണ് ഫോർമുല കാര്യങ്ങൾ. വാല്യൂസ്, ഫോർമാറ്റ്, ഇപ്പോൾ ഓൾ കൊടുത്താൽ അതുപോലെ തന്നെ വരും. ഫോർമുല മാത്രമാണെങ്കിൽ ഫോർമുല മാത്രം വരും, വാല്യൂസ് ആണെങ്കിൽ വാല്യൂസ് മാത്രം വരും. ഓക്കെ, ഇപ്പൊ നമ്മൾ വാല്യൂസ് കൊടുത്താലും ഒരു ഫോർമാറ്റ് ഒന്നും ഉണ്ടാവില്ല. കണ്ട, നമുക്ക് ആ വാല്യൂ മാത്രമായിട്ട് ഇവിടെ പേസ്റ്റ് ആവും. അതാണ് പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയാം. ക്ലിയർ? ഇനി നിങ്ങൾ ഒന്നും കൂടി പേസ്റ്റ് സ്പെഷ്യൽ എടുത്താൽ ഫോർമുല ആണെങ്കിൽ ഫോർമുല മാത്രം കിട്ടും, ഫോർമാറ്റ് ആണെങ്കിൽ ഫോർമാറ്റ് മാത്രം കിട്ടും. കണ്ട, ക്ലിയർ? അതുപോലെ തന്നെ വീണ്ടും പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുക.
കമൻറ്റ് ആൻഡ് നോട്ട്. ഞാൻ കമൻറ്റ് ആൻഡ് നോട്ട് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഓൾ കൊടുത്താൽ എല്ലാം കിട്ടും കേട്ടോ. ഇനി എക്സെപ്റ്റ് ബോർഡർ കോളം ഈ സാധനം ഉണ്ട്, മൾട്ടിപ്ലൈ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെയുള്ള വേറൊരു ഓപ്ഷനാണ് സ്കിപ്പ് ബ്ലാങ്ക്. സ്കിപ്പ് ബ്ലാങ്കിനെ അതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇതാവും. അതേപോലെയാണ് ട്രാൻസ്പോസ് എന്ന് പറയും. ട്രാൻസ്പോസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അത് കോളം റോ ആവും, റോ കോളാവും. കണ്ട ഇങ്ങനെയായത്. അതിനാണ് ട്രാൻസ്പോസ് എന്ന് പറയും. ക്ലിയർ ആയോ? ഇല്ല. യെസ് സർ. ട്രാൻസ്പോസ്, അതിനാണ് ട്രാൻസ്പോസ് എന്ന് പറയാം. ഓക്കെ. ഇനി അതുപോലെ തന്നെയാണ് അതിലുള്ള വേറൊരു ഇൻട്രസ്റ്റിംഗ് ഭാഗം. ഇതിലൊരു വാല്യൂ 5 ഉണ്ടെന്ന് വിചാരിക്കുക. 6 അല്ല, ഇവിടെ വേണമെങ്കിൽ 20, 25, 15, 30, 25. ഓക്കെ, നിങ്ങളിതിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിവിടെ എടുക്കാം. എടുത്തിട്ട് എടുക്കാം, റൈറ്റ് ക്ലിക്ക് അടിക്കുക, പേസ്റ്റ് സ്പെഷ്യൽ ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ ഒന്നും കൂടി സ്റ്റെപ്പ് പറയാം. ഇവിടെ നമ്മൾ ഇത്തരം ഫിഗർ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു 5 എന്ന് പറഞ്ഞ ഫിഗർ ഉണ്ട്. ഈ 5 എന്ന് പറഞ്ഞ ഫിഗർ നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഇത്തരം ഏരിയ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് സ്പെഷ്യൽ അടിക്കുക. ഇവിടെ മൾട്ടിപ്ലൈ കൊടുത്താൽ, ഇവിടെ ഞാൻ മൾട്ടിപ്ലൈ എന്ന് കൊടുത്താൽ ഈ 20 ഇതിലുള്ള എല്ലാ നമ്പറും ഇതായിട്ട് 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ വരും. ഇപ്പൊ 20 × 5 100 ആയിരിക്കും. ഇത് 125 ആയിരിക്കും. ഇത് 250 ആയിരിക്കും ആ റേഞ്ച്. കണ്ട, ഇത് ആർക്കും മനസ്സിലായില്ല എന്ന് വിചാരിക്കണോ? ക്ലിയർ ആണ് സർ. മനസ്സിലായി. മനസ്സിലായി സർ. ക്ലിയർ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾ ഇത് Ctrl+C അടിക്കുക, പേസ്റ്റ് സ്പെഷ്യൽ അടിക്കുക. പേസ്റ്റ് സ്പെഷ്യൽ അടിച്ചിട്ട് ആഡ് കൊടുക്കുക. ആഡ് കൊടുത്താൽ അത് ആഡ് ആവും. ക്ലിയർ? ഏതെങ്കിലും ഒരു ഫിഗറിനെ മൊത്തത്തിൽ കണ്ട ഇവിടെ കിടക്കുന്ന എല്ലാ ഫിഗറിനെ എന്തെങ്കിലും അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം, എളുപ്പത്തിൽ ചെയ്യണം, പിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് ഫോർമുല ഇതൊക്കെ പറഞ്ഞിട്ട്. ഐഡിയ ആണോ? ഐഡിയ കിട്ടിയോ? ഒരു 10 മിനിറ്റ് ചെയ്യണോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്? ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്യണ്ടോ? നോട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് പറഞ്ഞത് സാർ ഏതെങ്കിലും നമ്മള് സെല്ലില് സെലക്ട് ചെയ്തിട്ട് അത് അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു സെല്ലിൽ നമ്മൾ 10 ഇട്ടു. നമുക്കിപ്പോ ഈ സെല്ലിൽ നമ്മൾ പല ഫിഗർ ഉണ്ടെന്ന് വിചാരിക്കുക. 15 അല്ലെങ്കിൽ വേണ്ട, ഇവിടെ കുറച്ച് ഫിഗർ ഉണ്ട്. ഈ കണ്ട ഈ എല്ലാ നമ്പറിന്റെ കൂടെ നമുക്ക് എന്തെങ്കിലും സാധനം മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് വിചാരിക്കുക. ഈ 10, ഇപ്പൊ ഈ 10 എന്ന് പറയുന്ന സാധനം നമ്പർ ഈ എല്ലാ ഇതിലുള്ള ഓരോ നമ്പറിന്റെ കൂടെയും ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അതാണ് ഒരു സിനാരിയോ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. അല്ല, അതിനും നിങ്ങൾക്ക് എന്ത് ചെയ്യും, 10 എന്നുള്ളത് ഇവിടെ എടുക്കുക. എന്നിട്ട് അതിനെ Ctrl+C അടിക്കുക, കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ പേസ്റ്റ് സ്പെഷ്യൽ അടിക്കണം. ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെയല്ല നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത്. റൈറ്റ് ക്ലിക്ക് അടിക്കുക, പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുക. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൽ ആഡ് ചെയ്യണോ? ആഡ് ചെയ്യാം. ഓക്കെ അടിക്കുക. കണ്ടപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ നമ്പർ ആഡ് ആയി. മനസ്സിലായോ? ആരാ ചോദിച്ചേ? സുഹൈറ. സുഹൈറ, ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, അതൊക്കെ പോയി. നമ്പറൊക്കെ കൂടെ പോയി.
ഇനി അടുത്തതാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. ഇതിലുള്ള ഒരു ഓപ്ഷനാണ് ഫൈൻഡ് ആൻഡ് സെലക്റ്റിലുണ്ട് ഗോ ടു സ്പെഷ്യൽ എന്ന് പറയും. ഗോ ടു സ്പെഷ്യൽ. ഈ ഗോ ടു സ്പെഷ്യൽ എത്തണമെങ്കിൽ നമുക്ക് ഹോം ടാബിലാണ് അതുള്ളത്. കണ്ടോ, ഹോം ടാബ്. ഈ ഹോം ടാബിൽ ഫൈൻഡ് ആൻഡ് സെലക്ട് ഉണ്ട്. ഫൈൻഡ് ആൻഡ് സെലക്റ്റില് ഗോ ടു സ്പെഷ്യൽ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. ഇവിടേക്കാണ് പോകേണ്ടത്. ഓക്കെ, അതിൽ നമ്മളിപ്പോൾ ഇവിടെ ഇത് സെലക്ട് ചെയ്തു. ഫൈൻഡ് ആൻഡ് സെലക്റ്റിൽ ഗോ ടു സ്പെഷ്യൽ എടുക്കുക. കേട്ടോ, ഗോ ടു സ്പെഷ്യൽ എടുത്താൽ നമുക്കിപ്പോൾ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഡാറ്റ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതിലൊരു ഫോർമുല ഒന്നും ഇല്ലല്ലോ. അതാണ് കോൺസ്റ്റന്റ് എന്ന് പറയാം. നമുക്കിപ്പോൾ ഇതിൽ നമ്പർ മാത്രം, ഇപ്പം നമ്പർ മാത്രം എന്ന് പറയുന്നത് ഇത് മാത്രം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ബാക്കിയൊക്കെ ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ അടിക്കുക. കണ്ട, ഈ നമ്പർ മാത്രം സെലക്റ്റഡ് ആയി. ക്ലിയർ ആയോ? ഇല്ല. Yes, sir. യെസ് സർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിൽ വീണ്ടും ഗോ ടു സ്പെഷ്യൽ അടിക്കുക. ഗോ ടു സ്പെഷ്യൽ അടിച്ചാൽ കോൺസ്റ്റന്റിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മാത്രം വേണം. കണ്ട, പത്രഭാഗം മാത്രം സെലക്ട് ആയി. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇത് മാത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കണമെങ്കിലാണ് ആ സാധനം വരാം. ഓക്കെ ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് ഫൈൻഡ് ആൻഡ് ഇതിൽ ഗോ ടു സ്പെഷ്യലിൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു എറർ വരുത്തുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 5 divided by 0.9 5 divided by 0. ഇതിപ്പോൾ ഒരു എററാണ് അല്ലേ? അപ്പം നമുക്ക് വേണമെങ്കിൽ ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ സെലക്ട് ചെയ്തു. നമ്മുടെ ഈ ഡാറ്റയിൽ നമുക്ക് എററിന് മാത്രം കാണണമെങ്കിൽ നമ്മൾ ഫൈൻഡ് ഗോ ടു സ്പെഷ്യൽ അടിക്കുക. ഓക്കെ, ഇതെടുത്താൽ എറർ മാത്രം കിട്ടും. കണ്ട, എറർ മാത്രം സെലക്ട് ആവും. ക്ലിയർ? ഇനി നമുക്ക് പോകട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് ക്ലിയർ ഓൾ കൊടുത്താൽ മതി. സെലക്ട് ചെയ്യുക, ക്ലിയർ ഫോർമാറ്റ് അടിക്കുക. അപ്പോൾ അത് പൊക്കോളും. ക്ലിയർ? എന്താണ് ഗോ ടു സ്പെഷ്യൽ മനസ്സിലായോ? Yes. യെസ് സർ. ഏ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ 5 6 equal a plus. ഓക്കെ, ഇതെടുത്താൽ വീണ്ടും ഗോ ടു സ്പെഷ്യൽ എടുക്കാം. ഗോ ടു സ്പെഷ്യൽ എടുത്താൽ ഫോർമുല നിങ്ങൾക്ക് നമ്പർ ഫോർമുല ഇവിടെ മാത്രമല്ലേ ഉള്ളൂ, അത് കാണിക്കും. എവിടെയാണ് ഫോർമുല അപ്ലൈ ചെയ്തേക്കുന്നത്? ഇവിടെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തിട്ടില്ല, ഇവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഫോർമുല അപ്ലൈ ചെയ്തിരിക്കുന്നത് മാത്രം കാണിക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോന്നിനും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നോട്ട് എഴുതാം. ന്യൂ നോട്ട്. നോട്ടിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ ഇതുണ്ട്, ദിസ് ഈസ് ടെസ്റ്റ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോട്ട് എഴുതാം. ഓരോ സെല്ലിന് അഗെയിൻസ്റ്റ് നോട്ട് ഞാൻ നോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണ്? ഓക്കെ,
ഷിഫ്റ്റ് ഒക്കെ കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ 2 നോട്ട് ഉണ്ട് അല്ലെ, 2 സെല്ലിൽ മാത്രമാണ് നോട്ട് എഴുതിയിരിക്കുന്നത്. നമുക്ക് നോട്ട് എഴുതുമ്പോൾ അറിയാൻ പറ്റും, ഇവിടുത്തെ ഒരു സിമ്പിൾ ഉണ്ട്, ആ സിമ്പിൾ കാണുമ്പോൾ അറിയാം ഇതിൽ നോട്ട് ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ എടുത്തു, കൺട്രോൾ സെലക്റ്റഡ് ആയി. നമുക്ക് ഏതൊക്കെ കോളത്തിലാണ് നോട്ട് ഉള്ളതെന്ന് അറിയണമെങ്കിൽ നമുക്ക് പറ്റും. അതും ഗോ ടു സ്പെഷ്യൽ നോട്ട്സ് ഉണ്ട്. ഓക്കെ അടിക്കുക. കണ്ടോ, ഇതിലുണ്ട്, അതേപോലെ ഇതിലുണ്ട്, ഇതിൽ 2ലുണ്ട്. ഇത് ഈ സെല്ലാണ് C2. അതുകൂടെ ഓട്ടോ 2 സെല്ലിൽ ഇതാണ് ഒരു സെല്ല് സെലക്റ്റഡ് ആണ്, ഓൾറെഡി ഇങ്ങനെ കാണിക്കുള്ളൂ C2. ഇതിലും നോട്ടുണ്ട്. എന്താണ് ഗോ ടു സ്പെഷ്യൽ മനസ്സിലായോ എല്ലാവർക്കും? ഇൻട്രസ്റ്റിംഗ്. ശ്രദ്ധിക്കുക, കിട്ടണ്ടോ? ഗുഡ്. എന്താണ് ഗോ ടു സ്പെഷ്യൽ? അതുപോലെ തന്നെ എന്താണ് ഗോ ടു ഫോർമുല, ഗോ ടു നോട്ട്, പിന്നെന്താണ് ഗോ ടു നമ്പർ, ഓക്കെ, ഗോ ടു എറർ. ഓക്കെ, ഇനി ഇതിലടുത്ത ഒരു പ്രധാനപ്പെട്ടതാണ് ഫൈൻഡ് റീപ്ലേസ്. ഓക്കെ, നമുക്കറിയാം കൺട്രോൾ F അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല വരും. അതിൽ നമുക്ക് റീപ്ലേസിൻ്റെ ഓപ്ഷനും ഉണ്ട്, ഫൈൻഡും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഫൈൻഡ് ചെയ്യണം, നമുക്കത് അറിയാവുന്നതാണ് എല്ലാവർക്കും. അതിൻ്റെ ഷോർട്ട് കീ ആണ് കൺട്രോൾ F. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ അരുണ സെർച്ച് ചെയ്യണമെങ്കിൽ കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഫൈൻഡ് ഓൾ കൊടുക്കാം. അരുണില്ല അതില്, അരുണുണ്ടല്ലോ. ഫൈൻഡ് ക്ലിക്സ് ഓപ്ഷൻസ്, കൺട്രോൾ A സെലക്ട് ചെയ്യുക, കൺട്രോൾ F അടിക്കുക, അരുൺ അടിക്കുക. എന്താണ് കാണിക്കാത്തത്? കൺട്രോൾ A, കൺട്രോൾ F, ഫൈൻഡ്. എന്താ വരാത്ത? We couldn't find anything to replace, or it's possible that your protector sheet Excel can replace it. Okay, ഒരു second. Control F അടിച്ചു, അടിച്ചാൽ അരുൺ അടിച്ചാൽ എന്താണ് പ്രശ്നം കാണിക്കുന്നത്? സാർ അത് പ്രൊട്ടക്ട് ഷീറ്റ് ആയതുകൊണ്ടായിരിക്കും. 2 ഓപ്ഷൻ അല്ല, ഉണ്ടല്ലോ. പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല ഞാൻ ശരിക്കും. ചില സെല്ല് ചില ഷീറ്റ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ വേറെ ആരും അത് ചേഞ്ച് ചെയ്യാതിരിക്കാൻ. പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലല്ലോ ഞാൻ. കൺട്രോൾ H, find that we couldn't find that you are looking for options. Okay. Wait a second. Files, new, digital marketing, digital. We couldn't find that you are looking for. Okay, another നോക്കാം. Wait a second. Stop recording.